മാന്ത്രിക നിധി. പല വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ ഒരു ആശാരി ഉണ്ടായിരുന്നു. അദ്ദേഹം പല വർഷമായി ജോലി ചെയ്തിരുന്നു. പക്ഷേ വയസ്സായതുകൊണ്ട് അദ്ദേഹം കുറച്ചായി ബലഹീനനായി. അതിനുശേഷം അദ്ദേഹം ജോലിയും കളഞ്ഞു. അദ്ദേഹത്തിനൊരു മകനുമുണ്ട്, രാമു. രാധേവ് എന്ന പയ്യന്റെ വളരെ നല്ല സുഹൃത്ത്. അച്ഛൻ പറഞ്ഞു, രാമു, എനിക്ക് വയസ്സായി മോനെ. ഇനി എനിക്ക് ഈ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വേണം ഇനി ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ രാമു പറഞ്ഞു, പക്ഷേ അച്ഛാ, ഇതെല്ലാം ഞാൻ എങ്ങനെ തനിച്ച് ചെയ്യും? അച്ഛൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. ഇനി കുടുംബത്തിന് നീ വേണം നോക്കാൻ. രാമു പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചെയ്യാം. ഞാൻ രാധേവിന്റെ കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് രാമു രാധേവിനോട് പോയി എല്ലാം പറഞ്ഞു. രാമു പറഞ്ഞു, രാധേവ്, എനിക്ക് എന്ത് തോന്നുന്നാൽ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നല്ല എന്തെങ്കിലും തൊഴിൽ ചെയ്യാമെന്ന്. രാധേവ് പറഞ്ഞു, ഓഹോ, നീ പറയുന്നതും വളരെ നല്ലൊരു തീരുമാനമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാശും കിട്ടും. രാമു പറഞ്ഞു, എന്നാൽ രാധേവ്, ഒരുപാട് നാളായി അച്ഛൻ ഈ തൊഴിൽ ചെയ്യുന്നതേ ഇല്ല. അതുകൊണ്ട് വീട്ടിൽ പൈസയും ഇല്ല. നീ എവിടുന്നേലും കുറച്ച് കാശ് ഒപ്പിച്ചാൽ നമുക്ക് മരവും വാങ്ങിക്കാം. രാധേവ് പറഞ്ഞു. പക്ഷേ രാമു, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോടാ. രാമു പറഞ്ഞു. അയ്യോ. രാധേവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ എത്ര മരം വേണോ അത് നമുക്ക് കാട്ടിൽ നിന്ന് തന്നെ എടുത്തോണ്ട് വരാമല്ലോ. രാമു പറഞ്ഞു. അതെ രാധേവ്, നീ പറഞ്ഞ ഐഡിയയും സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കാട്ടിനുള്ളിലേക്ക് പോയി. മരജോലി ചെയ്യാൻ അവർക്ക് ഒറ്റത്തടിയുള്ള വലിയ മരം ആവശ്യമുണ്ട്. അവർ രണ്ടുപേരും ഒറ്റത്തടി മരം നോക്കി കാടിന്റെ അറ്റം വരെ പോയി. അപ്പോൾ രാധേവ് പറഞ്ഞു, എടാ രാമു, ഈ മരത്തിനൊന്ന് നോക്കിയേ. ഇത് കാണാൻ ഒറ്റ തടി പോലെ ഉണ്ടല്ലോ. രാമു പറഞ്ഞു. അതെ അതെ, നീ പറഞ്ഞത് ശരിയാ. രാധേവ് പറഞ്ഞു. ആ ശരി, വാ നമുക്കിത് വെട്ടിക്കളയാം. രാധേവ് അവന്റെ കോടാലി എടുത്ത് മരം വെട്ടാനായി പോകുമ്പോൾ പെട്ടെന്ന് രാമു എന്തോ കണ്ട് ആലോചിക്കാൻ തുടങ്ങി. അവൻ രാധേവിനെ തടഞ്ഞു. രാമു പറഞ്ഞു, നിൽക്ക് രാധേവ്, മുകളിലോട്ട് നോക്കിയേ. ഈ മരത്തിൽ പക്ഷികളെല്ലാം കൂടുകെട്ടി താമസിക്കുന്നെന്ന് തോന്നുന്നു. നമ്മൾ ഈ മരത്തെ വെട്ടിയാൽ ആ പക്ഷികൾക്ക് കൂടില്ലാതെയാകും. രാധേവ് പറഞ്ഞു. അതെ ശരിയാടാ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രാമു പറഞ്ഞു. ശരി, വാ നമുക്ക് പോയി വേറെ മരം നോക്കാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോയി. അപ്പോൾ അവർക്ക് എന്തോ ഒരു ശബ്ദം കേട്ടു. നിൽക്കുക. രാമു പറഞ്ഞു. രാധേവ്, നമ്മളെ ആരെങ്കിലും വിളിച്ചോ? രാധേവ് പറഞ്ഞു. അറിയില്ലല്ലോ. ഇനി മരത്തിൽ നിന്നാണോ വരുന്നത്? എന്നാൽ മരം അങ്ങനെ സംസാരിക്കും? അപ്പോൾ മരം പറഞ്ഞു. ഞാനോ നിങ്ങളെ വിളിച്ചത്? മരത്തിന്റെ ശബ്ദം കേട്ട് രണ്ടുപേരും പേടിച്ചു. മരം പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ സാധാരണ മരമല്ല, ഞാൻ അത്ഭുതമായ മരമാ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പക്ഷികളെ രക്ഷിച്ചിരിക്കുന്നു. ഇത് എല്ലാം കണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ വളരെ ദരിദ്രരാണെന്ന്. അങ്ങനെ നല്ല മനസ്സിനുടമയാണെന്നും അതിന് ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരാം. അങ്ങനെ പറഞ്ഞ മരം രണ്ടുപേർക്കും ഓരോ മാന്ത്രിക ഇരിപ്പിടം നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെ വളരെ വലിയ ഖജനാവിലേക്ക് കൊണ്ടുപോയി വിടും. അവിടെ ഒരുപാട് പണമുണ്ടാകും. നിങ്ങൾക്ക് എത്ര വേണമോ അത്രയും എടുത്തോളുക. മറ്റൊരു വിഷയം ഓർക്കുക, ഇത് ഒരുപാട് ഭാരം ചുമക്കില്ല. രണ്ടുപേരും മരം പറഞ്ഞത് മനസ്സിലാക്കി. അതിനുശേഷം വളരെ സന്തോഷത്തിൽ അവർ അവരവരുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു. അവർ രണ്ടുപേരും ഇരിപ്പിടത്തിൽ ഇരുന്നതും ഇരിപ്പിടം പറക്കാൻ തുടങ്ങി. രാമു പിന്നെ രാധേവ് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവരുടെ രണ്ടുപേരുടെയും നോട്ടം ഒരു ചെറിയ പശുവിന്റെ മേൽ വീണു. അത് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാമു പറഞ്ഞു. എടാ രാധേവ്, അവിടെ നോക്ക്, ഒരു പശു വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ നമുക്ക് രക്ഷിക്കണം. രാധേവ് പറഞ്ഞു. അതെ അതെ, തീർച്ചയായും ഞാൻ അതിനെ എന്റെ ഇരിപ്പിടത്തിൽ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് രാധേവ് പശുവിനെ രക്ഷപ്പെടുത്തി. പിന്നെ അവന്റെ ഇരിപ്പിടത്തിലും ഇരുത്തി. കുറച്ചു ദൂരം പോയതിനു ശേഷം രാധേവ് അവിടെ കണ്ടു ഒരു ചെറിയ പട്ടിയും മുങ്ങിക്കൊണ്ടിരുന്നു. രാമു പറഞ്ഞു. അയ്യോ, ആ പട്ടി ഇപ്പോൾ ചാവുമല്ലോ. ഞാൻ പോയി അതിനെ രക്ഷിക്കാം. അങ്ങനെ പറഞ്ഞ് രാമു പട്ടിയെ രക്ഷിക്കാൻ തന്റെ ഇരിപ്പിടത്തിൽ സ്ഥലം കൊടുത്തു. അവർ രണ്ടുപേരും ആലോചിച്ചു പുഴ കടന്നതും രണ്ടുപേരെയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വിടാമെന്ന്.
എന്നാൽ അവർ രണ്ടുപേരും പുഴ കടന്നതും അവിടെ നോക്കിയപ്പോൾ ഒരുപാട് കാട്ടുമൃഗങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. അതുങ്ങൾ ഇവരെ രണ്ടുപേരെയും കഴിക്കും. രാമു പറഞ്ഞു. രാധേവ്, ഈ പശുവിനെയും ഈ പട്ടിയും എന്തു ചെയ്യും? രാധേവ് പറഞ്ഞു. രണ്ടിനെയും നമ്മളിവിടെ വിട്ടാൽ ആ മൃഗങ്ങളെല്ലാം ഇതിനെ തിന്നും. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും നമ്മുടെ ഒപ്പം തന്നെ വെക്കാം. രാമു പറഞ്ഞു. അതെ അതെ. ഇരിപ്പിടം താഴെ ഇറങ്ങിയതും ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ കണ്ടു. അവിടെ നിറയെ സ്വർണം, വെള്ളി, നാണയങ്ങൾ ഉണ്ടായിരുന്നു. രാമു പറഞ്ഞു. ശരി, വാ, ഞാനിതെല്ലാം എടുത്തോണ്ട് പോവാൻ തയ്യാറാകുക. നീയും എടുത്ത് നിരത്ത്. രാധേവ് പറഞ്ഞു. ശരി. രണ്ടുപേരും അവരുടെ സഞ്ചിയിൽ നാണയങ്ങൾ നിറച്ചു. എന്നാൽ രണ്ടുപേരും തിരിച്ചു പോകുമ്പോൾ ഇരിപ്പിടം താഴെ വീണു. രാമു പറഞ്ഞു. അയ്യോ, നമ്മുടെ ഇരിപ്പിടം ഒരുപാട് ഭാരം ചുമക്കില്ല. രാധേവ് പറഞ്ഞു. അതെ, അത് ശരിയാ. ഇപ്പോൾ എന്തു ചെയ്യും? രാമു പറഞ്ഞു. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഈ പട്ടിയെ രക്ഷിച്ചതല്ലേ? അങ്ങനെ ചെയ്ത് ഒരു പ്രാവശ്യം നമ്മൾ ഇതിന്റെ ജീവൻ രക്ഷിച്ചതാണ്. രണ്ടാമതും അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് രാമു ആ പട്ടിയെ അവിടെ തന്നെ വിട്ടു. രാധേവ് പറഞ്ഞു. രാമു പറയുന്നത് ശരിയാണ്, പക്ഷെ ഇതെന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാമെന്നാൽ കുറച്ച് സ്വർണം എടുത്തിട്ട് ആ കാശിന് മരമൊക്കെ വാങ്ങിച്ചിട്ട് ഫർണിച്ചർ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ കാശും കിട്ടും, പശുക്കുട്ടിയും രക്ഷപ്പെടും. അങ്ങനെ ആലോചിച്ച് രാധേവ് കുറച്ച് നാണയങ്ങൾ മാത്രം എടുത്തു. പിന്നെ പശുവിനെ അവന്റെ കൂടെ കൂട്ടി തിരിച്ചു വന്നു. രണ്ടുപേരും മരത്തിനടുത്തേക്ക് വന്നു. അപ്പോൾ രാമു പറഞ്ഞു. എന്തായത്? എന്റെ സ്വർണമെല്ലാം കല്ലായി മാറിയല്ലോ. അയ്യോ, എന്നെ കളിപ്പിച്ചു. രാധേവ് പറഞ്ഞു. ഒരു കുഴപ്പവുമില്ല, എന്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ട്. ഇതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും മരം വാങ്ങിക്കാം. അങ്ങനെ പറഞ്ഞ് രാധേവ് അവന്റെ സഞ്ചിയിലേക്ക് നോക്കി. ആഹാ, ഇതെന്താ? രാധേവിന്റെ സഞ്ചി സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ രാമു ദേഷ്യത്തിൽ പറഞ്ഞു. ഏയ്, എന്തിനാ എന്നെ കളിപ്പിച്ചേ? അപ്പോൾ മരം പറഞ്ഞു. രാമു, എപ്പോൾ നീ ആ പട്ടിയെ അവിടെ മരിക്കാൻ വിട്ടുവോ അപ്പോൾ നിന്റെ മനസ്സ് കല്ലായി മാറി. അതുകൊണ്ടാണ് നിനക്ക് ആ ഗുഹയിൽ നിന്നും കല്ല് കിട്ടിയത്. എന്നാൽ രാധേവിന് പൊന്നുപോലുള്ള മനസ്സാണ്. അവൻ ആ പശുക്കുട്ടിയെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവന്റെ സഞ്ചിയിൽ സ്വർണം വന്നിട്ടുള്ളത്. മരം പറഞ്ഞത് കേട്ടപ്പോൾ രാമുവിന് വളരെ വിഷമമായി. അപ്പോൾ അവന് മനസ്സിലായി അത്യാഗ്രഹം ആപത്താണ്. രാധേവ് പറഞ്ഞു. എടാ രാമു, നീ എന്തിനാ വിഷമിക്കുന്നേ? നമ്മൾ രണ്ടുപേരും ചങ്ങാതികളല്ലേ? രണ്ടുപേർക്കും ചേർന്ന് ഈ പണം വെച്ച് ആദ്യം മരം വാങ്ങാം, പിന്നെ ഫർണിച്ചർ ജോലിയും സ്റ്റാർട്ട് ചെയ്യാം. രാമു പറഞ്ഞു. സത്യമാണോ? രാധേവ് പറഞ്ഞു. അതെ രാമു, നമ്മൾ സുഹൃത്തുക്കളാ. രണ്ടുപേരും ചേർന്ന് ആശാരിപ്പണി ചെയ്യാൻ തുടങ്ങി. എപ്പോൾ അവർ പണം ലാഭിക്കുന്നുവോ അപ്പോൾ അവർ പാവങ്ങൾക്ക് സഹായിച്ചിരുന്നു. അങ്ങനെ അവർ വ്യാപാരത്തിൽ മുന്നേറി. അത്ഭുതകരമായ കലം. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ ജീവിച്ചിരുന്നു. അവൻ ഒരു വലിയ യജമാന്റെ കൃഷിഭൂമിയിൽ പണിയെടുക്കുകയായിരുന്നു. അവൻ വളരെ ദരിദ്രനായിരുന്നു. ഒരു ദിവസം മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് വെള്ളം ശേഖരിച്ചു വെക്കാനായി അവൻ കുഴി കുഴിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ കൃഷിഭൂമിയിൽ നിന്നും അവൻ ഒരു വലിയ കലം കിട്ടി. അവൻ ആ കലം പുറത്തെടുത്തു. എന്നിട്ട് ആലോചിച്ചു, ഇത് വെച്ച് എന്ത് ചെയ്യാൻ കഴിയും? ആ കലം കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെച്ച് അവൻ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. ഉച്ച ആഹാരത്തിനുള്ള സമയമായപ്പോൾ അവൻ തന്റെ കയ്യിലുള്ള കൈക്കോട്ട് അതിന്റെ അകത്ത് വെച്ച് മരത്തിന്റെ തണലിൽ ഇരുന്ന് ആഹാരം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കൃഷിഭൂമിയിലേക്ക് അവൻ തിരിച്ചെത്തി. അവിടെയുള്ള ആ കലം കണ്ടപ്പോൾ അവൻ അതിശയിച്ചു പോയി. അല്ല, എന്താ ഇത്? ഞാനൊരു കൈക്കോട്ടാണല്ലോ ഇതിനകത്ത് ഇട്ടിട്ട് പോയത്. ഇപ്പോ ഈ കലം നിറച്ച് 100 കൈക്കോട്ടുകൾ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇതൊരു സാധാരണ കലമല്ല, മാന്ത്രിക കലമാണ്. വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്റെ ഒപ്പം ആ കലവും കൃഷിക്കാരൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. മായജാല കലത്തിന്റെ സഹായത്തോടെ അവൻ ഒരു ധനവാനായിട്ട് മാറുകയായിരുന്നു. ഇപ്പോൾ അവന്റെ കയ്യിൽ അണിയാനായിട്ട് നല്ല തുണികളുണ്ട്, പിന്നെ കഴിക്കാൻ വേണ്ടി നല്ല നല്ല ആഹാരങ്ങളും ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ യജമാനന് എന്തോ ഒരു സംശയം തോന്നി. പെട്ടെന്ന് അവൻ എങ്ങനെ ഇത്രയ്ക്ക് പണക്കാരനായി മാറിയത്? അതിന്റെ രഹസ്യം ഞാൻ കണ്ടെത്തിയേ പറ്റൂ. യജമാനൻ ആ കൃഷിക്കാരന്റെ പുറകെ പോയി. അയാൾ ആ രഹസ്യം കണ്ടെത്തുകയും ചെയ്തു. ഒരു പക്ഷെ ആ കലം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വലിയ പണക്കാരനായി മാറും.
യജമാൻ ആ കൃഷിക്കാരനുമായി വഴക്കിട്ട് അവനെ പേടിപ്പിച്ച് കലം അവിടെ നിന്നും എടുത്തോണ്ട് പോയി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് തന്റെ ധനങ്ങൾ, അതായത് വൈരങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ എല്ലാം ഇട്ടു. എന്നിട്ട് അത് 100 ഇരട്ടി കൂടുന്നത് കാണാൻ കാത്തിരുന്നു. പെട്ടെന്ന് ഈ കാര്യം രാജാവും അറിഞ്ഞു തുടങ്ങി. പിന്നെ രാജാവ് ആ യജമാനനോട് പറഞ്ഞു, ഈ കലം എന്റെ രാജ്യത്തുള്ള ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് അത് എനിക്ക് സ്വന്തമാകേണ്ടതാണ്. രാജാവ് അങ്ങനെ പറഞ്ഞ് ആ കലം എടുത്തോണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് കൊട്ടാരത്തിൽ ചെന്ന് വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഒന്ന് നോക്കട്ടെ, ഈ മാന്ത്രിക കലം എന്ത് അത്ഭുതമാണ് ചെയ്യുന്നതെന്ന്. ഈ മാന്ത്രിക കലം ഇപ്പോൾ എനിക്ക് സ്വന്തമായിരിക്കുകയാണ്. ഞാൻ ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് രാജാവ് ആ കലത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാല് തെന്നി അദ്ദേഹം കലത്തിന്റെ ഉള്ളിൽ വീണു. പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? കലത്തിന്റെ അകത്തുനിന്നും ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ വന്നു. ഞാനാണ് രാജാവ്. അല്ല, ഞാനാണ് രാജാവ്. ഒരിക്കലുമില്ല, ഞാനാണ് രാജാവ്. ഇല്ല, ഞാൻ ആദ്യം രാജാവാകും. ഒരിക്കലുമല്ല, ശരിക്കുള്ള രാജാവ് ഞാനാണ്. കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഒറിജിനൽ രാജാവ് ഞാനാണ്. കുറച്ചു സമയത്തിനകം തന്നെ തമ്മിൽ അവര് ഏറ്റുമുട്ടാൻ തുടങ്ങി. അങ്ങനെ അവർ എല്ലാവരും മരിച്ചു. അത്യാഗ്രഹം വളരെ അപകടം പിടിച്ചതാണ്.